ഹായ് ഫ്രണ്ട്സ്, ആൻഡ്രോ ക്രിയേഷൻസിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ SD കാർഡിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് എങ്ങനെ ശരിയാക്കിയെടുക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ്. അതായത് ചില സമയത്തൊക്കെ നമ്മുടെ മൊബൈലിൽ നമ്മൾ SD കാർഡ് ചിലപ്പോൾ നമ്മുടെ സപ്പോർട്ട് അല്ലാതെ എന്ന രീതിയിൽ കാണിക്കും. അതായത് നോട്ട് സപ്പോർട്ടഡ് SD കാർഡെന്നോ അല്ലെങ്കിൽ എറർസ് SD കാർഡെന്നോ അല്ലെങ്കിൽ കറപ്റ്റഡ് SD കാർഡെന്നൊക്കെ എഴുതി കാണിച്ചിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും പിന്നീട് നമുക്ക് ആ ഒരു SD കാർഡ് നമുക്ക് ഉപേക്ഷിക്കേണ്ടതായിട്ട് തന്നെ വരും. ചിലപ്പോഴൊക്കെ നമ്മൾ ഫോർമാറ്റ് ചെയ്തെടുത്താൽ ചിലപ്പോൾ ശരിയാവും, ചിലപ്പോൾ ഫോർമാറ്റൊക്കെ ചെയ്തെടുത്താൽ പോലും നമുക്ക് ഇത്തരം കറപ്റ്റഡ് ആയിട്ടുള്ള SD കാർഡുകൾ ശരിയാകണമെന്നില്ല. അപ്പോൾ നമ്മൾക്ക് ആ SD കാർഡിൽ അടങ്ങിയിരിക്കുന്ന ഫയലുകൾ സഹിതം നമുക്ക് നഷ്ടപ്പെട്ടു പോയേക്കാം. എന്നാൽ ഞാൻ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ SD കാർഡ് ചിലപ്പോൾ ശരിയാക്കിയെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് മുമ്പ് ഇതുപോലുള്ള മൊബൈൽ സംബന്ധമായിട്ടുള്ള ടെക്നോളജി വീഡിയോസുകൾ കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ SD കാർഡ് എടുക്കുക. ഒരു കാര്യം ഇതിന് മുമ്പേ പറയാം, എല്ലാ SD കാർഡും കംപ്ലൈൻ്റ് ആയിട്ടുള്ള എല്ലാ SD കാർഡും നമുക്ക് ഞാൻ ഈ പറയുന്ന രീതിയിൽ ശരിയാക്കി എടുക്കാൻ സാധിക്കില്ല. കാരണം SD കാർഡിനകത്ത് തന്നെ നമ്മൾ ചെറിയൊരു സാധനമാണെങ്കിൽ പോലും അതിനകത്ത് ഒരുപാട് ട്രാൻസിസ്റ്റർ അടങ്ങിയ ICകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് തന്നെ ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്, ഒരു സർക്യൂട്ട് ഉണ്ട്, അതുപോലെ തന്നെ പ്രോഗ്രാമിംഗ് ഉണ്ട്. ഇതെല്ലാം ഈ ഒരു SD കാർഡിൻ്റെ അകത്ത് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതിലടങ്ങിയിട്ടുള്ള സോഫ്റ്റ്വെയറിനോ അല്ലെങ്കിൽ ട്രാൻസിസ്റ്ററിനോ സർക്യൂട്ടിനൊക്കെ വന്നിരിക്കുന്ന ചെറിയ ചെറിയ പ്രോബ്ലംസുകൾ, മൈന്യൂട്ടായിട്ടുള്ള ചെറിയ ചെറിയ പ്രോബ്ലംസ് കൊണ്ടാണ് നിങ്ങളുടെ SD കാർഡ് സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളുടെ SD കാർഡ് എടുക്കാത്തത് എങ്കിൽ, കംപ്ലൈൻറ്റ് കാണിക്കുന്നതെങ്കിൽ ഞാൻ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് ശരിയാക്കി എടുക്കാൻ സാധിക്കും. എന്നാൽ ഇതിൽ വന്നിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്രാൻസിസ്റ്ററിലോ സോഫ്റ്റ്വെയറിലോ സർക്യൂട്ടിലേക്ക് വന്നിരിക്കുന്ന വലിയ വലിയ ഷോട്ടുകളോ അല്ലെങ്കിൽ വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ നമുക്കതൊന്നും ശരിയാക്കി ഞാൻ ഈ പറയുന്ന രീതിയിൽ ശരിയാക്കി എടുക്കാൻ സാധിക്കില്ല. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഉപയോഗശൂന്യമല്ലാത്ത അല്ലെങ്കിൽ ഇതേപോലെ എറർ വന്ന് നിങ്ങൾ കളഞ്ഞിട്ടുള്ള ഏതെങ്കിലും SD കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ ഈ പറയുന്ന രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. മിക്കവാറും അത് റെഡി ആവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ SD കാർഡ് എടുക്കുമ്പോഴത്തേക്കും അതിൽ ഒരുപാട് നീഡിൽസ് പോലുള്ള ഒരുപാട് കാര്യങ്ങൾ കാണാൻ സാധിക്കും. കണ്ടോ, ഇതേപോലെ നീഡിൽസ് പോലുള്ള പോയിന്റുകൾ ഇവിടെ കാണാൻ സാധിക്കും. അതിൽ 2 പോയിന്റുകൾ നിങ്ങൾ കാണാൻ സാധിക്കും. 2 എണ്ണം മറ്റുള്ളവയേക്കാൾ കുറച്ചുകൂടി നീളം കൂടുതലാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് പോസിറ്റീവും, അതായത് ഇവിടെ നിന്നുള്ള 4ാമത്തെ പിന്ന് നീളം കൂടിയ പിന്ന് പോസിറ്റീവും, അതേപോലെ തന്നെ 6ാമത്തെ ഇതെന്ന് പറയുന്നത് നെഗറ്റീവുമാണ്. അതായത് ഈ ഒരു പോസിറ്റീവിലും നെഗറ്റീവിലും നമ്മുടെ മൊബൈലിൽ നിന്നുമുള്ള കറണ്ട് ലഭിച്ചാൽ മാത്രമേ ഈ ഒരു നമ്മുടെ SD കാർഡ് വർക്ക് ചെയ്യുകയുള്ളൂ. അപ്പോൾ ഏതെങ്കിലും കാരണവശാൽ ഈ ഒരു കറണ്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ, കറണ്ട് പ്രോപ്പറായിട്ട് നമുക്ക് SD കാർഡിലേക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ SD കാർഡ് വർക്കാകില്ല. അപ്പോൾ മിക്ക SD കാർഡിലും ഒരുപാട് ഉപയോഗം കാണും. ഇതിൻ്റെ അകത്ത് കുറേ അഴുക്കുകളും അതുപോലെ തന്നെ ഫംഗസുകളൊക്കെ അടിഞ്ഞുകൂടി കിടക്കും. അത് കാരണം ചെറിയ പ്രശ്നങ്ങൾ, ഇങ്ങനെ ഫംഗസ് കയറിയിരിക്കുന്ന പ്രോബ്ലംസ് കൊണ്ട് നമ്മുടെ SD കാർഡിലേക്ക് കറക്റ്റായിട്ട് കറണ്ട് എത്താതെ വരികയും എറർ കാണിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, നമുക്ക് ഈ ഒരു നീഡിൽസുകൾ, മെയിനായിട്ട് ഈ 4ാമത്തെയും 6ാമത്തെയും നീഡിൽസുകൾ നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് കൊടുക്കുക. അതിനുള്ള അഴുക്കുകളും മറ്റു കാര്യങ്ങളും ഫംഗസുകളൊക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതിനായിട്ട് വേറെ പ്രത്യേകിച്ച് യാതൊരുവിധ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടതില്ല. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ മിക്കവാറും റബ്ബർ ഉണ്ടാവും. നമ്മൾ പെൻസിലൊക്കെ മായ്ക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന റബ്ബർ, പെൻസിലൊക്കെ എഴുതിയത് മായ്ക്കുന്നതിനായിട്ടുള്ള റബ്ബർ ഉണ്ടല്ലോ, സാധാ റബ്ബർ. ആ റബ്ബർ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ഈ ഒരു നീഡിൽ എല്ലാം തന്നെ നല്ല ക്ലീൻ ആക്കി കൊടുക്കുക എന്നുള്ളത്. ഈ 4ാമത്തെ നീഡിലും 6ാമത്തെ നീഡിലും നല്ല രീതിയിൽ ക്ലീൻ ചെയ്യുക. അതോടൊപ്പം തന്നെ എല്ലാ നീഡിലും നിങ്ങൾ ക്ലീൻ ചെയ്യുക. കാരണം എന്ന് പറയുന്നത് ബാക്കി നീഡിലുകളെല്ലാം ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മറ്റുമൊക്കെ ഉപയോഗിക്കുന്ന പോയിന്റുകളാണ്. അതുകൊണ്ട് തന്നെ എല്ലാ പോയിന്റുകളും നല്ല രീതിയിൽ തന്നെ നിങ്ങൾ ക്ലീൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ, നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്യുക. ഒരുപാട് പ്രസ്സിങ് വേണ്ട, എങ്കിലും ഒരു മീഡിയം പ്രസ്സിങ്ങിൽ നല്ല രീതിയിൽ അത് അതിൻ്റെ അഴുക്കുകളും ഫംഗസുകളും മറ്റു കാര്യങ്ങളും ഒക്കെ പോകത്തക്ക രീതിയിൽ നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത്. നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് കൊടുക്കുക. നമുക്ക് ക്ലീൻ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ റബ്ബർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ കാണാൻ സാധിക്കും ഇതിൽ അടങ്ങിയിരിക്കുന്ന ചെറിയ ചെറിയ കുത്തുപോലുള്ള കറുത്ത സ്പോട്ടുകൾ ഉണ്ടാവും. നിങ്ങൾ എടുക്കുമ്പോൾ SD കാർഡ് എടുക്കുമ്പോൾ തന്നെ അതിൽ ചെറിയ കുത്തുപോലുള്ള സ്പോട്ടുകൾ ഉണ്ടാവും. അതൊക്കെ നമ്മൾ റബ്ബർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുമ്പോഴത്തേക്കും അതൊക്കെ മാഞ്ഞു പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. പൂർണ്ണമായിട്ടും ക്ലീനായി നല്ല ഗോൾഡൻ കളറിൽ തന്നെ നമുക്ക് ഈ ഒരു നീഡിൽസുകൾ അല്ലെങ്കിൽ ഈ ഒരു പോയിന്റുകളെല്ലാം തന്നെ നല്ല ഗോൾഡൻ കളറിൽ തന്നെ ലഭിക്കും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ പോയിന്റ് നല്ലതായിട്ട് നിങ്ങൾ ക്ലീൻ ചെയ്യുക. ഇതാണ് നിങ്ങൾ മെയിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്. ഇത് ചെയ്താൽ തന്നെ ചിലപ്പോൾ നിങ്ങളുടെ ഫോണിലെ നിങ്ങളുടെ SD കാർഡിലെ പ്രോബ്ലംസുകൾ മിക്കവാറും മാറിക്കിട്ടും എന്നുള്ളതാണ്. ഇനി രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട വേറൊരു കാര്യം കൂടിയുണ്ട്. ഇതിനടങ്ങിയിരിക്കുന്ന പ്രോഗ്രാമിങ്ങിലോ സോഫ്റ്റ്വെയറിലോ അല്ലെങ്കിൽ സർക്യൂട്ടുകളിലോ ഏതെങ്കിലും രീതിയിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, മെയിനായിട്ട് സർക്യൂട്ടിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ SD കാർഡ് എടുക്കത്തില്ല. അപ്പോൾ സർക്യൂട്ട് നമ്മൾ റെഡിയാക്കുന്നതിന് വേണ്ടി നമുക്കിത് പൊളിച്ച് റെഡിയാക്കാനും സാധിക്കില്ല, അല്ലെങ്കിൽ അതിലൊരു പ്രത്യേകിച്ച് ഒരു പ്രോഗ്രാം ചെയ്യാനും സാധിക്കത്തില്ല. അതിനായിട്ട് നമ്മൾ ചെറുതായിട്ട് ഈ ഒരു SD കാർഡിനെ ഹീറ്റ് ചെയ്ത് കൊടുക്കണം എന്നുള്ളതാണ്.
അപ്പോൾ ഹീറ്റ് ചെയ്ത് കൊടുക്കണമെന്ന് പറയുമ്പോൾ നിങ്ങളും അന്തം വിട്ടു പോകും. ഹീറ്റ് ചെയ്ത് കൊടുക്കുക, ഇത് ഉരുകിപ്പോവില്ല എന്നുള്ളത്. അതായത് ഉരുകുന്ന രീതിയിൽ നിങ്ങൾ ഒരിക്കൽ ഹീറ്റ് ചെയ്യരുത്. ഒരു ചെറിയൊരു ഹീറ്റ് ചൂട് ഇതിൽ കൊടുക്കുക എന്നുള്ളതാണ്. സാധാരണഗതി നമ്മുടെ ബോർഡൊക്കെ, നമ്മുടെ മദർ ബോർഡൊക്കെ കംപ്ലൈൻറ്റ്, നമ്മുടെ ഫോണിൻ്റെ മദർ ബോർഡൊക്കെ കംപ്ലൈൻ്റ് ആയിട്ട് വരുമ്പോൾ ടെക്നീഷ്യന്മാർ ജസ്റ്റ് അതിൻ്റെ IC മറ്റുമൊക്കെ ഷോർട്ടാണെങ്കിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കമ്പോണൻറ്റ് ഷോർട്ടാണെങ്കിൽ അവരത് റിമൂവ് ചെയ്യുന്നതിന് മുമ്പ് ചെറുതായിട്ടൊന്ന് ഹീറ്റ് അടിച്ചിട്ട് ചെക്ക് ചെയ്ത് നോക്കും ശരിയാവുന്നുണ്ടോ എന്നുള്ളത്. അതായത് ഹീറ്റ് അടിക്കുമ്പോൾ ചെറിയ ചെറിയ സർക്യൂട്ടുകളും ചെറിയ ഷോർട്ടുകളൊക്കെ അത് റിമൂവ് ചെയ്ത് പോകും. അതായത് അത് കംപ്ലൈൻ്റ് ഒക്കെ മാറും. അതുകൊണ്ട് പലരും അങ്ങനെ ചെയ്യാം. ടെക്നീഷ്യന്മാർക്ക് പലരും അങ്ങനെ മൊബൈലിൻ്റെ ബോർഡ് ചെറുതായിട്ട് ഹീറ്റ് ചെയ്ത് കംപ്ലൈൻറ്റുകൾ മാറ്റാറുണ്ട്. അതേ ടെക്നിക്കൽ തന്നെയാണ് നമ്മൾ ഈ ഒരു SD കാർഡിൽ ചെയ്യുന്നത്. SD കാർഡിൻ്റെ അകത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രോഗ്രാമിങ്ങും സർക്യൂട്ടുകളും അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ ഒക്കെ ഇൻക്ലൂഡ് ആണ്. അത് കാരണം നമ്മൾ ചെറുതായിട്ടൊന്ന് ഹീറ്റ് ചെയ്ത് കൊടുക്കുക. അതിനായിട്ട് ടെക്നീഷ്യന്മാർക്ക്, അതായത് മൊബൈൽ ഷോപ്പിലെ ടെക്നീഷ്യന്മാർക്ക് ഇതുപോലുള്ള എയർ ഗണ്ണുകളുണ്ട്. നമ്മുടെ മൊബൈൽ റിപ്പയറിങ്ങിന് വേണ്ടിയുള്ള എയർ ഗണ്ണുണ്ട്. ഈ ഒരു എയർ ഗൺ ഉപയോഗിച്ച് ചെറുതായിട്ട് ഹീറ്റ് ചെയ്ത് കൊടുക്കാറാണ് ചെയ്യാറുള്ളത്. ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഹീറ്റ് ചെയ്ത്, വളരെ അടുപ്പിച്ചല്ല, ചെറുതായിട്ട് ചെറിയൊരു ടെമ്പറേച്ചർ കൊടുത്തിട്ട്, ചെറിയൊരു എയറും കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ഹീറ്റ് ചെയ്ത് കൊടുക്കുകയാണ് സാധാരണഗതി ചെയ്യുന്നത്. വളരെ ചെറുതായിട്ട് ഹീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും കുറച്ച് ഹീറ്റായിട്ടുള്ളത് കാണാൻ സാധിക്കും. തൊടുമ്പോൾ തന്നെ ചെറിയ ഹീറ്റിംഗ് അനുഭവപ്പെടും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതേപോലെ എയർ ഗൺ ഒന്നും കാണത്തില്ലായിരിക്കും. കാരണം നിങ്ങൾ സാധാരണഗതി ഉപയോഗിക്കുന്നവർക്ക്, ടോപ്പിലുള്ളവർക്ക് മാത്രമേ ഇത്രയും എയർ ഗൺ കാണുകയുള്ളൂ, ഇത്തരം ഹോട്ട് ഗണ്ണ് കാണുകയുള്ളൂ. അപ്പോൾ ഇതില്ലാത്തവർ ചെയ്യേണ്ടതെന്ന് പറയുന്നത്, നിങ്ങൾ നല്ല വെയിലുണ്ടെങ്കിൽ, നിങ്ങളുടെ വെളിയിലൊക്കെ നല്ല വെയിലുണ്ടെങ്കിൽ വെയിലത്ത് വെച്ചാലും മതി, നല്ല ഹീറ്റ് ആയിക്കോളും. അതുപോലെ തന്നെ നമുക്ക് ബൾബിൻ്റെ അടുത്തൊക്കെ, നമ്മുടെ വീട്ടിലെ ബൾബിൻ്റെ അടുത്തൊക്കെ കൊണ്ടുപോവുകയാണെങ്കിൽ നല്ല ചെറിയൊരു ഹീറ്റൊക്കെ ഈ ഒരു SD കാർഡിന് നമുക്ക് എടുക്കാൻ സാധിക്കും. അതുപോലെ നമ്മൾ ചെറിയായിട്ടൊരു ഹീറ്റ്, നിങ്ങൾ എങ്ങനെയാണെങ്കിലും ഈ ഒരു SD കാർഡ്, നിങ്ങളുടെ കറപ്റ്റഡ് ആയിട്ടുള്ള SD കാർഡിന് ഒരു ചെറിയൊരു ഹീറ്റ് കൊടുക്കുക, ചൂട് കൊടുക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. SD കാർഡിന് ചെറുതായിട്ട് ചൂട് കൊടുക്കാം. അതിനുശേഷം അതിനുശേഷം നിങ്ങളെടുത്ത് വയ്ക്കുക. ചൂടൊക്കെ മാറി നല്ല തണുത്തതിന് ശേഷം വീണ്ടും നിങ്ങളുടെ SD കാർഡ് നിങ്ങളുടെ ഫോണിലേക്ക് ഇട്ട് നോക്കുക. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചെറിയ ചെറിയ പ്രോബ്ലംസ് ആണ്, ചെറിയ സർക്യൂട്ടുകളിലോ സോഫ്റ്റ്വെയറിലോ ട്രാൻസിസ്റ്ററിലോ ഒക്കെ വന്നിരിക്കുന്ന ചെറിയ പ്രോബ്ലംസ് ആണ് എങ്കിൽ തീർച്ചയായിട്ടും അത് മാറിയിട്ട് നിങ്ങളുടെ SD കാർഡ് നിങ്ങളുടെ ഫോണിൽ സപ്പോർട്ട് ചെയ്യുകയും SD കാർഡ് വീണ്ടും എടുക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അതുപോലെ തന്നെ അത് മാത്രമല്ല, നിങ്ങളുടെ പഴയ ഫയലുകൾ, നിങ്ങളുടെ ഈ SD കാർഡിൽ അടങ്ങിയിട്ടുള്ള നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി എന്ന് വിചാരിക്കുന്ന പല ഫയലുകളും നിങ്ങൾക്ക് ഇതുവഴി നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അതായത് SD കാർഡിലുള്ള ഫയലുകൾ എല്ലാം തന്നെ നിങ്ങൾക്ക് പഴയതുപോലെ തന്നെ തിരിച്ച് കാണുവാനും എല്ലാം തന്നെ സാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വിദ്യ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 100% എല്ലാ SD കാർഡുകളും നമുക്ക് ഇതേപോലെ ചെയ്യാൻ സാധിക്കത്തില്ല. വലിയ പ്രോബ്ലംസാണ് നിങ്ങളുടെ SD കാർഡിൽ സംഭവിച്ചിട്ടുള്ളത് എങ്കിൽ നമുക്ക് ഇതേപോലെ ഈ ഒരു ടെക്നിക്കൽ ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കില്ല. ചെറിയ പ്രോബ്ലംസൊക്കെ നമുക്ക് ഇതേപോലെ ക്ലീൻ ചെയ്തും ചെറുതായിട്ട് ഹീറ്റ് കൊടുത്തുമൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരെ അറിവിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു നല്ലൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ.